സകൃതകരായ നാട്ടുകാരെ, നിങ്ങൾക്ക് വന്ദനം. ഞങ്ങൾ തുടങ്ങാട്ടോ, പരിപാടി തുടങ്ങാണ്. അപ്പോ നമ്മളെ ഡോക്ടർ റോബിനെ പറഞ്ഞാൽ ഭീഷണി വരും എന്നാണ് കേട്ടത് അല്ലേ? ജിത്തുബായി വിറച്ചിട്ട് മറ്റേ യൂറിൻ ബാഗ് മേടിച്ചിട്ടുണ്ട് അവിടുന്ന്. ഞാൻ അഥവാ ഭീഷണി വന്ന മൂത്രം ഒഴിക്കണല്ലോ പേടിച്ചിട്ട്. അതിന് മുട്ടുകാലൊക്കെ ഇറക്കി ചെയ്യരുതേ. അല്ലോ, ഞങ്ങൾക്ക് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുതേ അല്ലേ? അച്ഛൻ ഡോക്ടറെ, ഞങ്ങളെ വേറെ ആര് വേണമെങ്കിലും ഭീഷണിപ്പെടുത്തിക്കോളൂ, ഞങ്ങളെ ഭീഷണിപ്പെടുത്തരുതേ, ഞങ്ങളെ വെറുതെ വിടറേ എന്നുള്ളൊരു അഭ്യർത്ഥനയിൽ ഞാൻ തുടങ്ങുകയാണ്. ഇതിപ്പോ പറയാൻ കാരണം മൂപ്പൻസ് വ്ലോഗ്, ബിഗ് ബോസിന്റെ ഒരുപാട് വീഡിയോസ് എല്ലാ സീസണിലും ഇരുന്ന് ശരത് പരമേശ്വരൻ നമ്മള് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അടക്കം നമ്മൾ കണ്ടിരുന്ന ബിഗ് ബോസ് അപ്ഡേറ്റ്സ് എടുത്തിരുന്ന ഒരു ചാനലാണ്. അപ്പൊ ശരത് ബ്രോന്റെ ചാനലില് ശരത് ബ്രോ ആ ഒരു സീസൺ 4 ഒരുപാട് റോബിന്റെ വീഡിയോസ്, ഒരു 1000 ഒരുപാട് റോബിനെ സപ്പോർട്ട് ചെയ്തുള്ള വീഡിയോസ് ചെയ്തൊരു മനുഷ്യനാണ്. സിറ്റുവേഷൻസ് വിൽ ചേഞ്ച്. ഓക്കെ, ഇപ്പോ ശരത്തിനോട് ചോദിച്ചാലും എന്നോട് ചോദിച്ചാലും വേറെ ചാനലുകളോടോ അല്ലെങ്കിൽ വ്യക്തികളോട് നിങ്ങൾ ഇൻഡിവിജ്വലി ചോദിച്ചു നോക്ക്, നമുക്ക് ആർക്കും ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ ഒരു പേഴ്സണാലിറ്റിയോട് ഒരു തരത്തിലുള്ള ദേഷ്യ വൈരാഗ്യവും. സീരിയസ്ലി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പോയി കാണാനും സംസാരിക്കാനും ഒക്കെ നമ്മൾ റെഡിയാണ്. ഈവൻ ഇപ്പോഴും എന്താ പറയാ, ഇപ്പൊ ഒരു കോളില്ല, ഒരു ഗ്യാപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് എന്താ പറയാ, ഞാൻ ആ ഒരു ചാരിറ്റി വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈവൻ ഹി കോൾ മീ. അതിനുശേഷം ഞാൻ തിരിച്ചു വിളിക്കാം, അതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിക്കാൻ അതും ഞാൻ പറയാം. ഞാൻ ഇന്ന ശ്രീലങ്കയിൽ നിന്ന് വിളിച്ചിട്ട് പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചില്ല. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദെയർ. അപ്പോ നമുക്കൊക്കെ വിഷയം എന്ന് പറഞ്ഞാൽ ഓരോ സിറ്റുവേഷൻസിൽ ഓരോരുത്തർ പറയുന്ന ആ സിറ്റുവേഷന്റെ മുകളിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറ്. കാരണം ആ സിറ്റുവേഷനിൽ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളും പ്രവർത്തിച്ച രീതിയും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ ഇരുന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമില്ല, ആസ് എ റോബിൻ ഫാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ എനിക്ക് കമന്റ് ബോക്സിൽ പൊങ്കാല ഇടുന്നത്. അതുപോലെ തന്നെ ഇതും കണ്ടാ മതി. മാത്രല്ല ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ഞങ്ങൾക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ല, ഞങ്ങൾ സംസാരിക്കാം. അപ്പോ ബീസണിയുടെ സ്വരം അല്ലേ, ബീസണി അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഭീഷണി വന്നിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. വിത്ത് ഓൾ റെസ്പെക്ട്, ഡോക്ടർ റോബിന്റെ ഫാദറാണ് ഈ ഒരു ഭീഷണി തന്നെ പറയാൻ പറ്റും. ഡോക്ടർ നെയിം ഡോണ്ട് ചൂസ്, ഐ ഗേവ് യു ലാസ്റ്റ് വാർണിംഗ്, ടുമോറോ ഐ വിൽ കം ടു യുവർ ഹൗസ്, വെയിറ്റ് ഫോർ മീ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ശരത് ബ്രോന് അയച്ചത്. ശരത് ബ്രോ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ശരത് ബ്രോന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. കാരണം അല്ല, മൂപ്പര് കുറച്ച് വറീഡ് ആണ്. ആ വീഡിയോയിൽ നിന്ന് വെരി ക്ലിയർ ആണ്, മൂപ്പര് വറീഡ് ആവാനും ഒരു റീസൺ ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് ഫാമിലി ഉണ്ട്, വൈഫ് ഉണ്ട്, കുട്ടികളുണ്ട്. സോ അങ്ങനെ ആർക്കും ഒരു ഫാമിലി മാന് ഇപ്പോ അറിയാലോ, മൂപ്പര് ഒരുപാട് വയസ്സിന് നമ്മളെക്കാൾ മൂത്തൊരു വ്യക്തിയാണ് ഡോക്ടർ റോബിന്റെ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രൊവോക്കിംഗ് തിങ് വി ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലീഗലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, കാരണം ഇവരൊക്കെ തമ്മിൽ അറിയുന്നവരാണ്. റോബിൻ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള സമയത്തും പുറത്തിറങ്ങിയ സമയത്തും ഒക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് ഫാദറാണ്. അതെ, ആ ഫാദറിനെ എല്ലാരും അറിയാം, പ്രത്യേകിച്ച് നമ്മളെ ശരത് ബ്രോനെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം, ഞങ്ങൾക്കും അറിയാം. അപ്പോ തിങ്സ് സോർട്ട് ചെയ്ത് തീർക്കുക അല്ലെ, അല്ലാതെ ഇങ്ങനത്തെ ഭീഷണിയുടെ കാര്യങ്ങളൊന്നും അതൊന്നും എവിടെയും നിലനിൽക്കൂല. വെറുതെ ഒരാളുടെ നടക്കൂല, വെറുതെയാണ്, ചുമ്മാ ഒക്കെ പേടിപ്പിച്ച് വരട്ടലൊക്കെ അങ്ങനെയൊക്കെ എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും, നടക്കുന്ന പരിപാടിയില്ല. ഓക്കെ, അപ്പൊ ഇനി പറയാനുള്ള ഒരു കേസ്, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോ ഞാനും സ്നേഹിയും ഞങ്ങളുടെ പെർസ്പെക്റ്റീവാണ് പറഞ്ഞത്. ഇപ്പൊ ജിത്തുബായി ഇല്ല, ജിത്തുബായി വേണമെന്ന് ഒരുപാട് പ്രേക്ഷകർ ജിത്തുബായിയുടെ റോബിന്റെ പുറത്തുപോക്കിനെ കുറിച്ചിട്ട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ജിത്തുബായി പറഞ്ഞു തുടങ്ങിക്കോളൂ, റോബിന്റെ പുറത്തുപോക്ക്. അതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു കാര്യം, റോബിൻ ശരിക്കും പുറത്തു പോയത് ഈ കാരണം കൊണ്ടാ, വിഷ്ണു ജോഷിയെ പിടിച്ച് തള്ളി. ആദ്യം നടന്നത് ഇവിടെയാണ്, ഇയാൾ ഇതിനായിട്ടാണ് അതിനുള്ളിൽ പോണത്. അയ്യോ, എന്താ എനിക്ക് പറയാനുള്ള പുറത്തു പോയതിനെ കുറിച്ചിട്ട്? എനിക്ക് പറയാനുള്ള, ആൾക്ക് മെയിൻ ആയിട്ട് കുരു പൊട്ടിയത് എന്താണെങ്കിലും അയാൾ ചെയ്ത അതേപോലെ ഒരു സംഭവം മറ്റാൾ ചെയ്തു. അതുകൊണ്ട് അയാൾ പുറത്തു പോകും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്തൊക്കെയോ റിവെഞ്ച്, എന്നിട്ട് അത് അതിന്റെ ഉള്ളിൽ കിടന്ന് കുറച്ച് അലറി വിളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിന്നുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും നടക്കണില്ല എന്ന് കണ്ടതിന്റെ ഒരു എന്താ പറയാ റെപ്യൂട്ടേഷൻ, അതാണ് പുറത്ത് വന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്തായി, ബിഗ് ബോസിന് എന്ത് ഡോക്ടർ ഇങ്ങനെ പൂച്ചക്കുട്ടി ഞാൻ വേറെ സാധനം കാണിച്ചിട്ടേ, നിങ്ങൾ ആ ഡയലോഗ് കേട്ടോ,
ഏത് ഇവനെ പോവുകയാണെങ്കിൽ അഖിൽമാരെയും കൊണ്ടേ ഞാൻ പോകുന്നത്. ആ ഡയലോഗ് നിങ്ങൾ കേട്ടില്ല, ഞാൻ ഒന്ന് റിവൈൻഡ് അടിക്കാം. സ്വന്തമായിട്ട് ഡയലോഗ് പറയാൻ ഞങ്ങൾ ഡോക്ടർക്ക് അല്ല, ഈ ഡയലോഗ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഡയലോഗ്? വേറെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്വന്തം ഡയലോഗാണ്, ഡോക്ടർ മാത്രം ഡയലോഗ്. എന്നാ ഞാൻ കേൾപ്പിച്ചുതരാം ഇതേ ഡയലോഗ്. അന്ന് കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഡോക്ടർ ഡയലോഗ്. ഡോക്ടറെ അവിടെ ഞങ്ങളെ ചതിച്ചല്ലേ. അയ്യോ, അവിടെ സ്വന്തമായ ഡയലോഗ് പറയാതെ മൂപ്പര് ജാസ്മിന്റെ ഡയലോഗ് കടമെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോക്കറ്റ് ഒന്ന് തപ്പി വെക്കാൻ കാണാൻ ഇന്ന് കൊറേ ഡയലോഗുകൾ ഇപ്പൊ പേപ്പറിൽ എഴുതി വൃത്തിയാക്കി. ആക്ച്വലി മൂപ്പര് രണ്ടാമത്തെ ദിവസം കളിച്ച് തുടങ്ങിയതായിരുന്നു. കയ്യിന്ന് പോയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാ അത് ബിഗ് ബോസ് 4 ആണെന്ന് ഒരു നിമിഷം വിചാരിച്ചു പോയി. കയ്യിന്ന് പോയി. ആൻഡ് വെരി വെൽ പ്ലേഡ് വിഷ്ണു ജോഷി ആൻഡ് ശ്രുതി ലക്ഷ്മി. ആ ടൈമിലിട്ടാ നല്ല പ്ലേയേഴ്സ് അതിന്റെ ഉള്ളിലുണ്ട് സത്യത്തിൽ മൂപ്പര് മറന്നുപോയി. അതുണ്ടായത്. അതെ. പിന്നെ രജിത് സാറിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. കൂടുതൽ നിങ്ങൾക്ക് രജിത് സാറിനെ കുറിച്ച് പറയാൻ, നിങ്ങൾ കടുത്തൊരു രജിത് രജിത് സാറ് പുറത്തത്തെ ലൈഫിനെ കുറിച്ചിട്ട് ഞാൻ പറയണില്ല. കുറെ സ്യൂഡോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും യോജിപ്പില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഒരു രജിത് ഫാൻ ഒന്നും അല്ല. ഞാനും പുറത്തത്തെ രജിത് സാറെ കുറിച്ചിട്ടുള്ള അല്ല ഞാൻ പറയുന്നത്. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് വെച്ച് നോക്കുമ്പോ അടിപൊളി ഒരു പ്ലെയർ ആണ്. ആ പ്ലെയറെ കണ്ടിട്ട് റോബിൻ ഒരു അങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ്. റോബിൻ നല്ല ഇനി കളിക്കാൻ പോകുന്ന ആൾക്കാർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന സൂപ്പർ പ്ലെയർ ആണ്. പെർഫെക്റ്റ് ബിഗ് ബോസ് മെറ്റീരിയൽ. ഞാൻ സാബുമോനെ കണ്ടിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ കണ്ടത് രജിത്ത്. ഒരു പക്ഷേ സാബുമോൻ ഇതിനുള്ളിൽ കയറിയെങ്കിലും ഇതുപോലെ തന്നെ ഈവൻ റിയാസ് കയറുകയാണെങ്കിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു റിയാസ് കയറണം എന്നുള്ളത്. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഈവൻ ഡോക്ടർ റോബിൻ വന്നപ്പോ പോലും എനിക്ക് രണ്ടാമത്തെ ദിവസം പ്രതീക്ഷയായിരുന്നു മൈൻഡ് ഗെയിം കളിച്ചു തുടങ്ങിയത്. പക്ഷെ ഇത് കയ്യിന്ന് പോകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവര് അയാൾക്ക് കുഴിച്ച കുഴിയാ. ഇതെന്താ ഉണ്ടായെച്ചാ മാരാര് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ അവന്റെ ഗെയിം പൊട്ടിച്ചു, ഞാനത് പൊട്ടിക്കാനാണ് അവനെ പ്രൊവോക്ക് ചെയ്തേ, അവനത് പൊട്ടി. റോബിൻ വന്നപ്പോഴേ ഇവര് റോബിന് വേണ്ടി കുഴി കുഴിച്ചു. അതിൽ റോബിൻ പോയി വീണു. റോബിൻ വിചാരിച്ച് ഞാൻ അവർക്ക് കുഴിച്ച് അവരിടാന്നാ. പക്ഷെ ഇത് ഇവര് കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ വാഴ വെച്ച് മൂടി. റോബിൻ എന്താ വെച്ചാൽ എപ്പോഴും ഒരു തോന്നലുണ്ട് അയാൾക്ക് എന്തോ ഭയങ്കര ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെന്നുള്ളത്. അല്ല അതെ, അതിന്റെ ഉള്ളിൽ കയറുമ്പോ അങ്ങനെ ഞാനിപ്പോ തകർത്ത് കാണിച്ചു കൊടുക്കാം, പിന്നെ പഴയതിന്റെക്കാളൊക്കെ സെറ്റപ്പ് ചെയ്യാൻ കാണിച്ചു കൊടുക്കാം, മാസ ഡയലോഗ് അടിച്ച് പുറത്തിറങ്ങാന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരും പ്ലേയേഴ്സ് അല്ലേ, ഒത്തില്ല. എന്താണെങ്കിലും പുറത്തിറങ്ങിയതിനു ശേഷം ആശാൻ ഷോനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഗ് ബോസിനെ കുറിച്ചിട്ടൊക്കെ അതിഭീകരമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തി. അപ്പൊ ആ വിമർശനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഞാൻ ഇനിയും വെച്ച് വെറുപ്പിക്കുന്നില്ല. ഓക്കെ, പക്ഷെ ഇതിനെ ഒരു റിപ്ലൈ എന്നുള്ള രീതിയിൽ നമ്മളെ ബ്ലെസ്ലി 2-3 സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വെച്ചിക്കാം. അപ്പൊ ആ സ്റ്റോറി ഇങ്ങനെയാണ്: ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക്. Honestly, I have never seen another human being face or voice talking to me from the day I entered the house to 98th grooming day, except Mohanlal and contestants, and no writing except it in task is allowed. Okay, എഴുതാൻ സമ്മതിക്കില്ല, വേറെ ആരും മുഖം കണ്ടില്ല. 98 ദിവസം ഒന്നും കണ്ടില്ല. 98ാം ദിവസം ഗ്രൂമിങ്ങിന് ആൾ വന്നപ്പോൾ പുറത്തുനിന്ന് ഒരാളെ കണ്ടതാണ് അങ്ങനെ പറയും. ഞാൻ കണ്ട ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല. എനിക്കൊരു വിധത്തിലും സഹായമോ നിർദ്ദേശമോ കിട്ടിയില്ല. ബിഗ് ബോസ് വിൽ കട്ട് ദ വീഡിയോസ് ടു എന്റർടൈൻ ആൻഡ് മാനിപ്പുലേറ്റ് വ്യൂവേഴ്സ്. യെസ്, ബട്ട് സ്ക്രിപ്റ്റ് ഈസ് എ ബിഗ് നോ. ആൻഡ് idiots who say it is scripted is to save their image. Okay, image save ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് every show in the world is emotional. Football is an emotional, wrestling is an emotional, food is an emotion, brand are built through emotions, reality shows are emotional, so is Big Boss, and they don't reject it. Only ethics matters when companies choose how to play with people's emotions. But playing with emotions of a family audience through Instagram, scripting disease, accident via script reels, and also rejecting it is worse than any reality show. ഓൾസോ അൺഎത്തിക്കൽ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലൊരു ഷോന്റെ ഭാഗമായി ഇരുന്ന സമയത്ത് അവിടെ എത്തിക്സിന് നിരക്കാത്ത പരിപാടികളും സ്ക്രിപ്റ്റിങ്ങും വന്നതുകൊണ്ട് വന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ളത് അടുത്ത സ്റ്റോറിയിൽ എഴുതി വെച്ചിട്ടാണ് ബ്ലെസ്ലിന്റെ ഒരു റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെസ്ലി പറഞ്ഞൊരു മെയിൻ പോയിന്റ് ഉണ്ട്. എവ്രി റിയാലിറ്റി ഷോ ഈസ് ഇമോഷണൽ. ഇമോഷനാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. എവ്രി ഷോ ഈസ് ഇമോഷണൽ, അല്ലെങ്കിൽ ഇമോഷൻസ് ആണ് സെല്ല് ചെയ്യുന്നത്.
10-20 പേരെ സെല്ല് ചെയ്യാന്നുള്ളത് നല്ലൊരു ബിസിനസ്സും കൂടിയാണ്. 10-20 പേരെ ഒരു വീട്ടിനകത്ത് കൊണ്ടുപോയിട്ടിട്ട് അവരെ ഇമോഷൻസ് വലിച്ച് പുറത്തിടും. അത് പുറം ലോകത്തിനെ കാണിക്കും. ആ ഇമോഷനുമായിട്ട് പുറം ലോകത്തിനെ കണക്ട് ചെയ്യും. ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നതല്ലേ ഈ ഷോ അല്ലേ? അല്ല, അത് കാണാൻ ഒരുപാട് ആളുകളുണ്ടാവും. അതിപ്പോ എന്താണെങ്കിലും നമ്മളെ റിയൽ ലൈഫിലാണെങ്കിൽ പോലും അങ്ങനെയാണ്. വേറൊരാൾക്ക് ഏത് തരത്തിലുള്ള ഇമോഷൻസ് ആണെങ്കിലും അത് കാണാനും എൻജോയ് ഒരു ഇമോഷൻ ബേസിസിലെ ഹ്യൂമൻസ് അല്ല ലിവിങ് ബീങ്സ് തമ്മിൽ അറ്റാച്ച്ഡ് ആവുള്ളൂ. ഇമോഷൻസ് ആണ് വിൽക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സാധനം ബിസിനസ്സിൽ. കാരണം ഇപ്പോൾ ഭക്തി എന്ന് പറഞ്ഞിട്ട് ഇമോഷൻസ് അല്ലേ വിൽക്കണേ. സോ എവറിത്തിങ് ഈസ് ഇമോഷൻ. സോ അതൊന്നും വന്നിട്ട് ആട് പട്ടിയവും പൂച്ച പട്ടിയവും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഇനി ഞാൻ ആരുടെയും കാല് പിടിക്കില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇങ്ങനെ എല്ലാവർക്കും എല്ലാ ലൈഫിന്റെ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ ഫേസിലും ഓരോരുത്തരെ ഹെൽപ്പ് റിക്വയർഡ് ആണ് അല്ലേ? നമുക്ക് ഒറ്റയ്ക്കായിട്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അനൂപ് കൃഷ്ണൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ് അനൂപ്. അനൂപിനെ ഞാൻ നമ്മളെവിടെ മീറ്റ് ചെയ്തേ? ഹൈലൈറ്റ് എന്നല്ലേ നമ്മളെ ആങ്കർ ലുലുന്ന് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്. നമ്മള് ലുലുന്ന് മൂപ്പരെ കണ്ടിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം മൂപ്പരെ ആ ചേട്ടനെ കണ്ടേ. അപ്പോ ഞാൻ അങ്ങനെ കണ്ട് ഞാൻ സംസാരിച്ച് ഞാൻ അന്ന് കണ്ട ഒരാളാണ്. നേരിട്ട് കണ്ട് പരിചയമുണ്ട് എനിക്ക്. ആ ഒരു ടൈം ഒറ്റ വട്ടം എനിക്ക് പരിചയമുള്ളൂ. അപ്പൊ അങ്ങേര് ഇന്നലെ പറഞ്ഞ ഫേസ്ബുക്കിൽ ഇട്ടൊരു കാര്യമാണ്. വായിക്കണ ചടപ്പടയെ വായിച്ചു പോയി. മലയാളമായിട്ടാണ് നിങ്ങൾക്ക് തന്നത്. റോബിൻ രാധാകൃഷ്ണൻ എന്ന പേരിൽ വാദപ്രതിവാദങ്ങളും മറ്റും കഴിഞ്ഞ് കുറച്ചു കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുറിപ്പ് ഇടുന്നത് എന്തെന്നാൽ 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു വ്യക്തി എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചും എനിക്ക് ഷൂട്ടുള്ള സ്ഥലത്ത് നിരന്തരം വന്നും ഫോണിൽ പലതവണ വിളിച്ചും ഒരു ജീവിതാഭിലാഷത്തെക്കുറിച്ച് പറഞ്ഞു. ആഗ്രഹത്തെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചും പറഞ്ഞു. ബിഗ് ബോസ് വീട്ടിൽ കയറണം, ഫേമസ് ആകണം, ബാക്കി ഞാൻ നോക്കിക്കോളാം ബ്രോ. ഇതായിരുന്നു ആ വ്യക്തിയുടെ സംസാരം. വെറുതെ അല്ല, കൃത്യമായ തെളിവുകൾ ഉണ്ട് കയ്യിൽ. ഞാൻ എനിക്ക് പരിചയമുള്ള കുറച്ച് വ്യക്തികളെ പരിചയപ്പെടുത്തി. ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി അയക്കാൻ പറഞ്ഞു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. സീസൺ 4 ബിഗ് ബോസ് മലയാളത്തിൽ ഇദ്ദേഹം കയറി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് മറ്റു പലരെയും എന്നെ സമീപിച്ച പോലെ തന്നെ സമീപിച്ചിരുന്നു എന്ന്. അല്ലെങ്കിൽ എനിക്ക് ഒരു അവകാശവാദവും ഇല്ല. റോബിൻ രാധാകൃഷ്ണൻ എന്ന ആ വ്യക്തി പിന്നീട് കേരളം മുഴുവൻ ആരാധകരുള്ള ബിഗ് ബോസ് താരമായി വളർന്നു. ഞാൻ അവതാരകനായി ഏഷ്യാനെറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ഒരു തവണ അദ്ദേഹം വന്നപ്പോഴാണ് പിന്നീട് കാണുന്നത്. ബിഗ് ബോസ് വീട്ടിൽ കയറുന്നതിന് തൊട്ട് മുൻപ് ഞാനടക്കം ഇതിന് കാരണക്കാരായ എല്ലാ വ്യക്തികളോടെയും അദ്ദേഹം അൺഫോളോ ചെയ്തിരുന്നു. അവിടെ തുടരുന്നു വ്യക്തി വൈഭവം. ശേഷം നടന്നുവെന്ന് ഞാൻ അന്വേഷിക്കേണ്ടതോ ഇടപെടേണ്ടതോ അല്ലാത്തതിനാൽ അവഗണിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ബിഗ് ബോസിന്റെ ഒരു ജേർണിയുടെ തുടക്കം റോബിന്റെ. ഇപ്പൊ ഞാൻ സപ്പോസ് ബിഗ് ബോസിൽ കയറാൻ പോവാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ടു ബി ഫ്രാങ്ക് പറയാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്റെ പല വീഡിയോസിന്റെ അടിയിലും പലരും വന്ന് കമന്റ് ചെയ്യാറുണ്ട്, നീ റോബിനോട് ബിഗ് ബോസ് കയറാൻ ചോദിച്ചത് കൊണ്ട് അത് നടക്കാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ ഉള്ളത്. എനിക്ക് ചോദിച്ചു എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറയാൻ റെഡിയാണ്. കാരണം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ചോദിക്കാനുള്ള സിറ്റുവേഷൻ അതെനിക്ക് ഓൾറെഡി വന്നതിന് അല്ലല്ല. മാത്രല്ല, ഞാൻ എന്റെ അറിവിലുള്ള കാര്യം ഞാൻ പറയട്ടെ. അതായത് നമ്മളത് എന്തൊക്കെയാണ് അവിടെ കയറാൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിരുന്നതല്ല ചോദിച്ചാൽ ഞാൻ പ്രൊഫൈലിന്റെ കയറ്റി തരുമെന്നല്ല, പ്രൊഫൈലിന്റെ കാര്യം. നമ്മൾ എങ്ങനെയാണ് ഇതിൽ കയറുക, നമ്മളെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രൊസീജിയർ എന്താണ്, എനിക്ക് നല്ല രീതിയിൽ ആ ടൈമിൽ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ തുറന്നു പറയും, എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് ഇന്നതാണ് ബ്രോ ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ കറക്റ്റ് നോക്കണം, ഇന്ന രീതിയിലാണ് പ്രൊഫൈൽ ഉണ്ടാക്കേണ്ടത്, വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തന്ന മനുഷ്യനാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നൊരു മനുഷ്യനാണ് എനിക്ക് ഡോക്ടർ റോബിൻ. അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഓക്കെ, ഞാൻ അങ്ങനെ ഇനി ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് പറയാതിരിക്കൂ, അല്ലെങ്കിൽ അയാൾ എനിക്ക് പറഞ്ഞു തന്നില്ല, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് അപ്പോ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് പറഞ്ഞു തന്നതിന് ശേഷം പിന്നെ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഇറ്റ്സ് അപ് ടു മീ. ഞാൻ എന്ന പേഴ്സൺ, ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, ഞാൻ എങ്ങനെ പോകുന്നു, ബാക്കിയെല്ലാം എന്റെ കർമ്മ അല്ലെങ്കിൽ എന്റെ പ്രസന്റേഷൻ ആണ്. ഓക്കെ, ഇതിൽ നിന്നും അത്രേ പറഞ്ഞു തരാനേ പറ്റൂ. അതിനി ഏത് തലതൊട്ടപ്പൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഒരാള് വിചാരിച്ചാലും വേറൊരാളെ ഒന്നും റെഫർ ചെയ്ത് കയറ്റാനോ അല്ലെങ്കിൽ ഒരാളെ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ എടുക്കൂല. ഇറ്റ്സ് എ ഷോ. ആ ഷോ അവരെ ഓൺ ചെയ്യുന്ന ഷോ ആണ്. ഏഷ്യാനെറ്റ് ചാനലും എന്റമോൾ ഷൈനി ഓൺ ചെയ്യുന്ന ഒരു സാധനം. അത് അവരാ ടീം ഒരു പ്രൊസീജിയർ ഉണ്ട്. നിങ്ങൾ വിചാരിച്ച മാതിരി ചുമ്മാ പ്രൊസീജിയറും അല്ല, വലിയൊരു പ്രൊസീജിയർ കഴിഞ്ഞ്
വലിയ വലിയ കടമ്പകൾ ചാടി കടന്നിട്ടാണ് എല്ലാവരും ആ ഷോനകത്ത് ഈ പറയുന്ന ആ ഷോനോട് അത്രയും റെസ്പെക്ട് എല്ലാവർക്കും വരാൻ കാരണം എന്താ പറയുക, അതിൽ കിട്ടാൻ അവർ അത്രയും കടമ്പകൾ ചാടി കടന്നിട്ടാണ് അവരവിടെ എത്തിയില്ല. അതും ഒറ്റ വർഷം കൊണ്ടൊന്നും കിട്ടിയവരില്ല. ട്രൈ ചെയ്തിട്ട് കിട്ടിയവരാണ് ഇപ്പൊ അതിനകത്തുള്ളവരും. ഇവൻ ലാലേട്ടൻ പറഞ്ഞാൽ പോലും നേരിട്ടാണ് കയറി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ മാരാരടക്കം ഐ നോ വെരി പേഴ്സണലി ലാസ്റ്റ് ഇയർ ഹി ഹാവ് ട്രൈഡ്. ഇത് സെക്കൻഡ് ഇയർ ആണ് ആരത് മാരാരത്. അല്ലെങ്കിൽ കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ അവര് വിചാരിക്കും മാരാര് പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാൻ ഷോ കണ്ടിട്ടില്ല. പക്ഷെ വിചാരിക്കും അങ്ങനെ മാരാരെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞങ്ങൾക്ക് അത്രയും ഞങ്ങൾക്ക് അറിയാം, കാര്യങ്ങൾ അറിയാം മീനു. കാരണം ഞങ്ങൾ അടിയാണെങ്കിൽ പോലും റെസ്പെക്ട് വാട്ട് വി കീപ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ എല്ലാവരുടെ അടുത്തും ഇപ്പൊ റോബിന്റെ അടുത്താണെങ്കിലും എല്ലായിടത്തും ഞാനൊരു ഗ്രഡ്ജ് വെച്ചിട്ട് നടന്ന വ്യക്തികൾ. ഇപ്പൊ ഈവൻ ഞാനാണ് ഡോക്ടർ റോബിനാണ്. ഇപ്പൊ ഞാൻ വിക്കി തഗിന്റെ അടുത്ത് പോയപ്പോ എന്നെ കുറെ ആൾക്കാർ കുറ്റം പറയും. പക്ഷെ എന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഡ്ജ് ഉള്ളവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു തീർക്കും, കിട്ടിയതാണ് ഇതിൽ തിരിച്ചു കൊടുക്കും. പക്ഷെ അതിനുശേഷം 2 ഹ്യൂമൻ ബീങ്സ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ അനൂപ് എന്ന് പറഞ്ഞ ഈ ചേട്ടനെ എഴുതിട്ട പോലെ ഒരാൾ ഇത്ര ട്രൈ ചെയ്തിട്ട്, ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും ട്രൈ ചെയ്തിട്ടാണ് അതിനകത്ത് കയറി. അത്രയും ട്രൈ ചെയ്തിട്ട് അത്രയും കയറി ഇറങ്ങി ഫെയിം കിട്ടി ലൈഫ് സെറ്റായതിനു ശേഷം ഈ ഒരു സിറ്റുവേഷനിൽ ആ ഷോനെ തള്ളിപ്പറയുന്നതും ചാനലിനെ തള്ളിപ്പറയുന്നതും ഉഡായിപ്പാണ്, ഫേക്കാണ്, സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞത് ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസല്ല. അല്ല, അതിപ്പോ ജനങ്ങളൊന്നും വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. എത്രയും ദിവസം കാണിച്ചു കൂട്ടിയ പല കാരണങ്ങളും ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഇത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ, അതാണ് വിഷയം. സോ ജസ്റ്റ് ഡോണ്ട് സി അറ്റ്ലീസ്റ്റ് എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദേഷ്യം പറഞ്ഞു തീർക്കാനാണെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ പറഞ്ഞു തീർക്കാം, നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. ദാറ്റ്സ് ദ വേഴ്സ്റ്റ് തിങ് യു ഡു ഇൻ യുവർ ലൈഫ്. ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും. എനിക്ക് എന്താ പറയാ, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ റോബിന്റെ ഒപ്പം ഇപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മാത്രം ആളുകളില്ല. അത് നമ്മൾ കാര്യങ്ങൾ അതിന്റെ ആവശ്യമില്ല. ബിക്കോസ് ഹി നോസ് എവറിഥിങ്. സ്വന്തമായിട്ട് എല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു ടൈം ബ്രേക്ക് എടുത്തിട്ട് അല്ലെ, ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് ഇരുന്ന് ചിന്തിച്ച് യു ക്യാൻ കം ബാക്ക്. നോ വറീസ്, യു ക്യാൻ കം ബാക്ക് ബ്രദർ. ഒരു വിഷയമല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. പിന്നെ ഈ അച്ഛന്റെ ഒക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് അതൊക്കെ നിങ്ങൾക്ക് തന്നെ മോശം ചെയ്യും അല്ലെ, നിങ്ങൾക്ക് തന്നെ മോശം ചെയ്യും. അച്ഛനൊക്കെ പുറത്തിറങ്ങിയ ഒരു ഗുണ്ടായിസം ലെവലിലൊക്കെയാണ് പരിപാടി. വേണ്ട, അതിന്റെ ഞാൻ പറയുമ്പോ അതിനൊന്നും ആവശ്യമില്ല. എല്ലാം എന്താ പറയാ, ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ എല്ലാരും എല്ലാം മറക്കും, എല്ലാം ബാക്ക് ടു നോർമൽ ആവും. ഈ സീസണും കഴിയും, അടുത്ത സീസൺ അച്ഛനൊക്കെ ചെയ്യണ പോലെ ചില വാക്കുകൾ ഹേർട്ട് ചെയ്യും. ആൻഡ് ഇപ്പൊ നിങ്ങൾ ഷോ ഇറങ്ങി, ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, രജിത് സാറിനുള്ള ഒരു പോയിന്റ് എന്താ വെച്ചാൽ, രജിത് സാർ കയറി, രജിത് സാർ ഇറങ്ങി, ഇനിയുള്ള സീസണുകളിൽ രജിത് സാറിന് കയറാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടാണ് അയാൾ ഇറങ്ങിപ്പോ. അതാണ് ബ്രില്യൻസ്, അതാണ് അയാളെ ബ്രില്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. ഫോൺ ഓഫ് ആവും, ചൂടായിട്ട് ഐഫോൺ. ഓഹോ, സംഗതി എന്താ വെച്ചാൽ വേർത്ത് വിളിക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ ഇനി പറയാനുള്ളത്, ശ്രുതി ലക്ഷ്മി വെൽ പ്ലേഡ്. കാരണം അവിടെ റെനീഷയുടെ ആ പൈസയുടെ കേസ് വന്നപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള പോയിന്റാണ് ചോദിച്ചത്. ഒരു വീട്ടിനകത്ത് ഫ്രണ്ട്ഷിപ്പിന്റെ നിലയിൽ നിൽക്കുന്ന സെറീനയും റെനീഷയ്ക്കും ഒരു പോയിന്റിൽ പോലും പറയാൻ തോന്നിയില്ലേ? സോ റെനീഷയ്ക്ക് ആ ഗ്യാപ്പിൽ അതൊന്നും ഇങ്ങനെ ഞാൻ നന്മവരെന്ന് കാണിക്കാൻ വേണ്ടി നിന്നു. അതാണ് നീ ചെയ്യാൻ നോക്കിയത്. ശ്രുതി ലക്ഷ്മി തുറന്നു പറഞ്ഞു. കറക്റ്റ് ആണ്. പക്ഷെ മാരാര ഒരാളെ നുണയം കള്ളന്ന് വിളിക്കുന്നതിന് എനിക്ക് ഒരു താല്പര്യമില്ല. പറഞ്ഞ സംഭവം അതിനാണ് പിടിക്കപ്പെടുന്ന എന്തുകൊണ്ട് അതിന് മുന്നേ പറഞ്ഞത്. അതെ, അതൊരു പോയിന്റ് ആണ്. പിന്നെ റിനോഷ് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു മാരാരെ. ഞാൻ ഇപ്പോഴേ പ്രെഡിക്ട് ചെയ്യണ്, ഇനി മാരാർക്ക് ഒരു എതിരാളി ഉണ്ടെങ്കിൽ അത് വിഷ്ണു ജോഷി അല്ല, അത് റിനോഷാണ്. റിനോഷ് ഓൾറെഡി ആ ലെവലിലേക്ക് എത്താനുള്ള ഒരു മൈൻഡ് സെറ്റിൽ എത്തി, ഓപ്പൺ ആയി. റിനോഷിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ജുനൈസും സാഗറും മറ്റേ നമ്മുടെ ശോഭയൊക്കെ ബാക്കിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അവര് പ്രത്യക്ഷത്തിൽ വരുന്നില്ലെങ്കിലും റിനോഷ് വരും. റിനോഷും ആരാരും തമ്മിലുള്ള ഒരു ക്ലാഷ് നമുക്ക് കാണാം. അപ്പൊ വിഷ്ണു ജോഷി എന്ത് ചെയ്യുന്നുള്ളത് അറിയണം, അപ്പൊ ഷിജു എന്ത് ചെയ്യുന്നുള്ളത് അറിയണം. ഓക്കെ, ഇപ്പോഴേ വിഷ്ണു ജോഷിക്ക് സ്വന്തമായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കോട്ട് നല്ല സ്കോപ്പുള്ള മനുഷ്യനാണ്. അത് അയാൾ ഈ അല്ല, ഗ്രൂപ്പ് ഷ്രിങ്കായി. ഷിജു, വിഷ്ണു ജോഷി, മാരാർ എന്നുള്ള നിലയ്ക്ക് മാത്രമായി. മിഥുൻ, ശ്രുതി, റിനോഷ്, ജുനൈസ്, സാഗർ, സെറീന എല്ലാം കൂടി കമ്പൈനായി. ഇനി കളി മാറും അല്ലെ. ഇതിനൊക്കെ ഞാൻ പറഞ്ഞുതരാം, രജിത് സാറിന് ഭയങ്കര കൈയുണ്ട്.
ഗെയിം ഇങ്ങനെ മാറ്റിയെടുത്ത് ഇവരെ നമ്മള് ഏഷ്യാനെറ്റ് വിചാരിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിൽ കയറിയിട്ടാണ് ഇത് ഇങ്ങനെ. അല്ല അവര് വിചാരിച്ചതാണിത്. നല്ല സാറെ കൊണ്ടുവരാന്നുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള അതാണ് അത് ഇവരാണ് കൊണ്ടുവന്നേ. ഓക്കെ, അത് ഇവരാണ് കൊണ്ടുവന്നേ. എന്താണെങ്കിൽ അത് ചീറി ഇനി കളി കാണാം അല്ലേ. ലാലേട്ടൻ ശനി ഞായറും വരുമ്പോ കൊറേ പറയാണ്ട്. 2 മണിക്കൂർ 3 മണിക്കൂർ തികയെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ മാതിരി ലാലേട്ടനെ കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. രജിത് സാർ വന്നതിന് ശേഷം എനിക്ക് പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം, കാരണം എന്താ വെച്ചാൽ അയാൾ എന്താണോ അയാളടുത്ത് പറഞ്ഞത്, അയാൾക്ക് അവര് തിരിച്ചു പോകുമ്പോ കൊടുത്ത ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അവരെ പൊക്കി പിടിച്ചതും അത് കണ്ടറിയാം ചെയ്തേന്നുള്ളത്. ഓക്കെ, ബാക്കി ഇനി വേറെ എപ്പിസോഡ് വരുമ്പോ കാണാം. ഈ ചൂടായി പൊട്ടി പോകുമ്പോൾ സ്നേഹനെയും കൂടെ കൂട്ടിയിട്ട്. അതെ.